ഹലോ, ആഫ്റ്റർ ലോങ് ഞാനൊരു സൂപ്പർ ട്രാവൽ വ്ളോഗുമായിട്ടാണ് എത്തിയിരിക്കുന്നത്. എൻ്റെ കൈ കാണുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവും ഇതൊരു നല്ലൊരു ഫീൽഡ് ഏരിയ ആണ്. ഞങ്ങളുടെ മെയിൻ ഉദ്ദേശം നമ്മുടെ സൺസെറ്റ് കാണുക എന്നുള്ളതായിരുന്നു. അപ്പോൾ അത് കാണാനുള്ള ഭാഗ്യമുണ്ടായി. ഈ കൊറ്റികൾ വയലിൽ കൂടെ പറക്കുന്ന കാണാൻ നല്ല സൂപ്പർ വ്യൂ അല്ലേ. അതൊന്ന് ക്യാപ്ചർ ചെയ്യാനും കൂടെ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈവനിങ് തന്നെ ഇറങ്ങിയത്. അതെല്ലാം എടുക്കാൻ പറ്റി. അപ്പോൾ ഒത്തിരി സന്തോഷമായി അന്നത്തെ ദിവസം. ഒരു സൈഡ് ഫുൾ അവർ വയലാണ്, അവരുടെ വയലാണ്. മറ്റേ സൈഡ് ഫുള്ള് പ്ലെയിൻ ആക്കിയിട്ടിരിക്കുകയാണ്. ആ പ്ലെയിൻ സൈഡിൽ നമുക്ക് സൺസെറ്റ് കാണാൻ പറ്റും. സച്ച് എ ലവ്ലി ആംബിയൻസ് ആണ് അവിടെ. ഒത്തിരി ഫോട്ടോസ് എടുത്തു. ഒപ്പം സൺസെറ്റും കൺകുളിർക്കെ കണ്ടു. അവിടുന്ന് നേരെ ഞങ്ങൾ വന്ദേ ഭാരത് പിടിക്കാനുള്ള തത്രപ്പാടിലായിരുന്നു. ഇൻ ബിറ്റ്വീൻ ഞങ്ങൾക്ക് നല്ലൊരു മൊമെൻറ്റ് കിട്ടി. വട്ടത്തോണിയും ഒരു ചെറിയ തോണിയും നമ്മുടെ കടവിൽ കിടക്കുന്ന ഒരു മൊമെൻറ്റ്. അപ്പോൾ അതിൽ ഒരിച്ചിരി ദൂരം യാത്ര ചെയ്യണമെന്നൊക്കെ ആഗ്രഹിച്ചിരുന്നെങ്കിലും സമയം അനുവദിച്ചില്ല. അപ്പോൾ പതുക്കെ ഓടി വന്ദേ ഭാരത് പിടിക്കുന്നതിനിടയിൽ എൻ്റെ ബ്രദർ അവിടെ ഒരു കല്ലൊക്കെ എറിഞ്ഞ് ചെറിയ ഓളങ്ങളൊക്കെ ഉണ്ടാക്കി അത് ആസ്വദിച്ച് ഞങ്ങൾ പതുക്കെ വന്ദേ ഭാരത് ട്രെയിനിൽ കയറി. വന്ദേ ഭാരത് ട്രെയിനിന് കയറി എറണാകുളം ജംഗ്ഷന് ഇറങ്ങിക്കഴിഞ്ഞ പാടെ ഞങ്ങൾ ശരവണ ഭവനിലേക്ക് വയറ് നിറയ്ക്കാനായിട്ട് പോവുകയാണ് ഉണ്ടായത്. അപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ ഒരു 15 മിനിറ്റ്സാണ് ശരവണ ഭവനിലേക്ക് എടുത്തത്. ഒരു 10 കൂട്ടം കറിയും നല്ല മട്ടരി ചോറും ഒരു പപ്പടവും മോരുകറിയും പായസവും സാമ്പാറും ഒക്കെ ആയിട്ട് നല്ല ഒരു ഊണ് ഞങ്ങൾക്ക് അവിടെ ശരവണ ഭവനിൽ കഴിക്കാൻ പറ്റി. നിങ്ങൾ എറണാകുളം പോവുകയാണെങ്കിൽ ഉറപ്പായിട്ടും ശരവണ ഭവൻ വിസിറ്റ് ചെയ്യണം. അവിടുത്തെ ഫുഡ് നല്ല കലക്കം ഫുഡാണ്, വെജിറ്റേറിയൻ ഫുഡാണ്. അപ്പോൾ നോൺ വെജ് ഉള്ളവർക്കറിയില്ല, അവിടെ വേറെ റെസ്റ്റോറൻറ്റ്സ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. അപ്പം വെജിറ്റേറിയൻസ് നല്ലൊരു പ്രിഫർ ചെയ്യാൻ പറ്റിയൊരു ഹോട്ടലാണിത്. അപ്പം ഉറപ്പായിട്ടും അവിടെ പോയിട്ട് ഫുഡ് ട്രൈ ചെയ്തിട്ട് പറയണം എങ്ങനെയുണ്ടായിരുന്നു ഫുഡ് എന്നുള്ളത്. അപ്പോൾ എനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു, നല്ലൊരു ഫുഡായിരുന്നു. വന്ദേ ഭാരത് ട്രാവൽ ആക്ച്വലി വിചാരിച്ച പോലെ അല്ലായിരുന്നു, നല്ല സ്മൂത്ത് ട്രാവലായിരുന്നു. പ്രകൃതി രമണീയമായ സ്ഥലങ്ങളൊക്കെ ആ ട്രാവലിൽ കാണാൻ പറ്റി. ഒട്ടും ഡിസ്റ്റർബ്ഡ് അല്ലായിരുന്നു. സാധാരണ ട്രെയിനിൽ ട്രാവൽ ചെയ്യുന്നതിനേക്കാളും നല്ല കാം ആൻഡ് ക്വയറ്റ് പീസ്ഫുള്ളായിരുന്നു. അതിനുശേഷം ഞങ്ങൾ എറണാകുളത്ത് മെട്രോ പിടിച്ച് ഞങ്ങൾ ലുലു മാളിലേക്കായിരുന്നു യാത്ര തിരിച്ചത്. അപ്പോൾ ഇതാണ് നമ്മുടെ എറണാകുളത്ത് നിന്നുള്ള മെട്രോ സർവീസ്. ഇവിടെ നിന്ന് മെട്രോ പിടിച്ച് ഞങ്ങൾ പതുക്കെ ലുലു മാളിലേക്ക് പോയി. എടപ്പള്ളിയാണ് സ്റ്റോപ്പ് ലുലു മാളിലേക്കുള്ള. അവിടെ നിന്ന് കുറച്ച് വാക്കബിൾ ഡിസ്റ്റൻസേ ഉള്ളൂ ലുലു മാളിലേക്ക്. ഇപ്പോൾ ലുലു മാൾ എന്ന് പറയുന്നത് എല്ലാവരും വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലം തന്നെയാണ്. ഇപ്പോൾ ഒത്തിരി ഓഫേഴ്സൊക്കെ കൊടുക്കുന്നുണ്ട്. ഐ തിങ്ക് Jan 8th 9th ഒക്കെ അവിടെ എന്തോ 50% സെയിലൊക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ മെയിൻ ബ്രാൻഡ്സിൻ്റെ ഒക്കെ. സോ ഡു വാച്ച് ആൻഡ് purchase your best branded products there. ഒരു 4 to 5 സ്റ്റോപ്പ് കഴിഞ്ഞപ്പോഴേക്കും എടപ്പള്ളി എത്തി. എടപ്പള്ളി ഇച്ചിരി ക്രൗഡഡ് ആണ്. ലുലു മാൾ അറിയാലോ, ഒത്തിരി ആൾക്കാർ വന്നു പോകുന്ന സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ ഇറ്റ് വാസ് ലിറ്റിൽ ക്രൗഡഡ്. ലുലു മാളിൻ്റെ ഉള്ളിലെത്തിയപ്പോൾ കണ്ട കാഴ്ചയാണിത്. ക്രിസ്മസ് കഴിഞ്ഞിട്ട് ന്യൂ ഇയർ കഴിഞ്ഞിട്ട് ഇപ്പോഴും ആ ഒരു ഡെക്കോർ എല്ലാം അതേപടി നിലനിർത്തിയിട്ടുണ്ട്. I got chance to visit and see this beautiful arrangement, and still there are some offers in some branded shops. അപ്പോൾ അതെല്ലാം വിസിറ്റ് ചെയ്തു. ഞങ്ങൾ എസ്കലേറ്റർ കയറി. അമ്മയും കുട്ടിയുള്ള ആദ്യ യാത്രയായിരുന്നു വന്ദേ ഭാരതിൽ. ഐ thoroughly enjoyed it. അമ്മ അങ്ങനെ ഫുഡ് കോർട്ടിലെത്തി കുറച്ച് ഷോപ്പിംഗ് ഒക്കെ നടത്തി കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് മനസ്സ് ഫുൾ ഹാപ്പിയാക്കി ഞങ്ങൾ തിരിച്ച് കണ്ണൂരേക്ക് വീട്ടിലേക്ക്